ഹലോ, എല്ലാവർക്കും വൺലെസ് ക്യാസയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഞങ്ങളിന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുക കേട്ടോ. നല്ല നട്ടുച്ച സമയമാണ്. തിരിച്ചു വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കണ്ടമുണ്ട്, അതിലെയാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ കുറച്ചിങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ട് വണ്ടി നിർത്തിയതാണ്. ഇത് നോക്കിയോളൂ, കുറേ അധികം കുക്കിംഗ് കൂട്ടങ്ങൾ ഇങ്ങനെ ആ കണ്ടം നിറയെ ഉണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ചുറ്റുപാട് ഒത്തിരി ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ക്രേസാണ്. ഇൻഡോർസും ഔട്ട്ഡോർസും ഒക്കെ വീട് നിറയെ ഇപ്പോൾ ചെടികളാണ്. ഈ നഴ്സറികളിലൊക്കെ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന ചെടികളാണ് ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതേതൊക്കെയാണെന്ന് കാണാം. അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കോമൺ നെയിമും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. സൺഫ്ലവറിൻ്റെ മിനിയേച്ചർ രൂപമായ സിംഗപ്പൂർ ഡെയ്സിയാണ് നമുക്ക് ആദ്യം കിട്ടിയത്. നല്ല തിക്ക് യെല്ലോ കളറിൽ ഇങ്ങനെ നിറഞ്ഞു പൂക്കും. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. പാടത്ത് നിറയെ വാട്ടർ ഹയാന്ത് എന്ന് പറയുന്ന ചെടിയായിരുന്നു, കുളവാഴ. നല്ല പർപ്പിൾ കളറിലാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ. പണ്ട് തുമ്പപ്പൂക്കളായിരുന്നു നമ്മുടെ പറമ്പ് നിറയെ. ഇപ്പം അങ്ങനെ കാണാനില്ല, അപൂർവമായിട്ട് കാണുന്നതാണ് ഈ തുമ്പപ്പൂക്കളെ. ഈ തുമ്പപ്പൂവും ഇതിനിടയിലായിട്ടൊരു മഞ്ഞപ്പൂവുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമെങ്കിൽ. ഇതൊക്കെ നമ്മൾ പണ്ട് പൂക്കളം ഒരുക്കാൻ നേരത്തെ ഒരുപാട് കളക്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ചീര പോലത്തെ പ്ലാന്റാണ് നമ്മൾ കണ്ടത്. വാട്ടർ സ്പിനാച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ചീരക്കറി വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ നമ്മൾ ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയായിട്ടോ. 2 കളർ ഷെയ്ഡ് വരുന്നൊരു ഫ്ലവറാണ്. ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ പ്രോബ്ലംസ്, പൈൽസ്, അതുപോലെ മഞ്ഞപ്പിത്തം, ഇതിനൊക്കെ ഇതിൻ്റെ ഇല അരച്ച് ഉപയോഗിക്കാറുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പരിസരത്ത് നിന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ഒരുപാട് നാൾ നോക്കി നടന്നൊരു പ്ലാന്റ് കിട്ടിയത്. നല്ല വില കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. സിങ്കോണിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇവിടെ തന്നെ 3 ടൈപ്പ് സിങ്കോണിയ നമുക്ക് കിട്ടി കേട്ടോ. 3 വെറൈറ്റി ഓഫ് സിങ്കോണിയാണ്. ഈ പറമ്പ് നിറയെ സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. യൂട്യൂബിലൊക്കെ ഒരുപാട് പ്ലാൻ ഹണ്ടിങ് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് സിങ്കോണിയം കളക്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ. എന്നെങ്കിലും ഇതുപോലെ ഒരു ഹണ്ടിങ്ങിന് പോകണമെന്നും ഇതുപോലെ പ്ലാന്റൊക്കെ കളക്ട് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് ഈ സിങ്കോണിയത്തിൻ്റെ കുറച്ച് കളക്ഷൻ കിട്ടിയത്. ആദ്യം ഞാൻ പൊട്ടിച്ചെടുത്ത സിങ്കോണിയത്തിൻ്റെ ഫോഡോ ഫൈൽ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലോങ് ആയിട്ടുള്ള ലീവ്സാണ്. അതുപോലെ ലൈറ്റ് ഗ്രീനിഷ് ലീഫാണ്. അതിൽ ചെറിയ വൈറ്റ് ബോർഡേഴ്സാണുള്ളത്. രണ്ടാമത് കിട്ടിയത് സിങ്കോണിയത്തിൻ്റെ നെഫ്തൈസിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറാണ്. ബോർഡറിലെല്ലാം ഡാർക്ക് ഗ്രീനാണ്. സിങ്കോണിയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടൊരു പ്ലാന്റാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഏകദേശം 500 രൂപയോളം വരും ഒരു ചെറിയ തൈക്ക്. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ചട്ടിയിലാക്കിയിട്ട് ഇങ്ങനെ കുറേ ബുഷിയായിട്ട് വളർത്താൻ പറ്റും. ഇവിടെ നിന്ന് കുറച്ച് കളക്ട് ചെയ്യുന്നുണ്ട് ഞാൻ, അപ്പോൾ ബുഷിയായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് ലിറ്റിൽ സ്റ്റാർ. ഏകദേശം ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ. ഓരോ ബ്രാഞ്ചിലും ഓരോ ലീവ്സ് വെച്ചാണുള്ളത്. ആ ഒരു ലീഫ് സ്റ്റാൻഡിൽ തന്നെ 5 ലീവ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്ന പോലെയാണ്. നല്ല ഡാർക്കിഷ് ഗ്രീൻ കളറിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ലീവ്സാണ്. ഈ ലീഫിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മെച്യൂർ ആകുമ്പോഴേ ഇതിനകത്തുള്ള വൈൻസ് നമുക്ക് വിസിബിൾ ആവുള്ളൂ. മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സിലാണ് കണ്ടോ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് വരുന്നത്. അടുത്ത് നമുക്ക് കിട്ടിയത് ഡ്രസീന പ്ലാന്റ് ആണ്. നല്ല തിക്ക് ഗ്രീൻ കളറിലുള്ള ഡ്രസീന പ്ലാന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം ഞാൻ പൊട്ടിച്ചെടുത്തു. ഡ്രസീന പ്ലാന്റ് കുറേ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഫുൾ റെഡ് കളർ വരുന്നുണ്ട്, അതുപോലെ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെയായിട്ട് കുറച്ച് കലേഡിയത്തിൻ്റെ വെറൈറ്റീസും ഉണ്ടായിരുന്നു. കലേഡിയം റെഡ് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഞാനത് നേരത്തെ കുറച്ച് ഹണ്ട് ചെയ്തായിരുന്നു. അതിൻ്റെ മിനിയേച്ചർ രൂപമാണ് എനിക്കിഷ്ടം. കാരണം എന്നാലേ നമുക്ക് ചട്ടിയിലൊക്കെ ഇങ്ങനെ നിറയെ ബുഷിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് കളക്ട് ചെയ്തില്ല. നമ്മൾ അടുത്തായിട്ട് കളക്ട് ചെയ്തത് ഒരു CC പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. CC പ്ലാന്റിൻ്റെ അത്രയും തിക്കല്ല, എന്നാലും നല്ല ഫ്ലഷി ആയിട്ടുള്ള ലീവ്സാണ്. 6 ആക്ക് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാകുമ്പോൾ നമുക്ക് ഇൻഡോർസിലൊക്കെ ഈ പെബിൾസൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നൊരു പ്ലാന്റാണ്. വെർട്ടിക്കലായിട്ട് ഗാർഡൻ അറേഞ്ച് ചെയ്യുമ്പം. തൊട്ടടുത്തായിട്ട് വൈറ്റ് എഡൽസ എന്ന് പറയുന്ന ഒരു പീച്ച് ഗ്രീനിഷ് കളറായിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇവിടെയും സിംഗപ്പൂർ ഡേസി ഒരുപാടുണ്ടായിരുന്നു. ആ പ്രദേശം മുഴുവൻ ഈ സിംഗപ്പൂർ ഡേസി ആയിരുന്നു. ഇത് ശരിക്കും നമുക്കൊരു ലോൺ പോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ കുറച്ച് ഗ്രീനിഷിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ മഞ്ഞ പൂക്കൾ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് ഹാങ്ങിങ് വെറൈറ്റീസാണ് കിട്ടിയത്. ടർട്ടിൽ വൈൻ്റെ ലീവ്സ് പോലെ വന്നിട്ട് റെഡ് സ്റ്റെമ്മാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കിട്ടിയത് ക്ലൈമ്പിംഗ് ഹെംവൈനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഹാങ്ങിങ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതുപോലെ ഇതിനകത്ത് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അത് കാണുമ്പോൾ വെള്ള ചെത്തിപ്പൂക്കളുടെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഹാങ്ങിങ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നിറയെ ബുഷിയായിട്ട് ഈ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയത് പർപ്പിൾ ഫോളിയേജിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. അതേ പോലത്തെ ഒരു ഷെയ്ഡിലുള്ളൊരു പ്ലാന്റാണ് കിട്ടിയത്. ഈ ലീവ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറും ഉണ്ട്, അതുപോലെ ഗ്രീൻ കളറും ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് കിട്ടിയത്. ഇതിൻ്റെ പേരറിയില്ല, അറിയാവുന്നവരൊന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ കിട്ടിയത് മോർണിംഗ് ഗ്ലോറിയാണ്. ഈ മോർണിംഗ് ഗ്ലോറിയുടെ പ്രത്യേകത അറിയാമല്ലോ, 2 ഷെയ്ഡിലുള്ള ഫ്ലവറാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ പറമ്പിലായിട്ട് ആ മോർണിംഗ് ഗ്ലോറിയുടെ തന്നെ ഒരു യെല്ലോ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തൊട്ടാവാടി ചെടികൾ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വളർന്നു പോകുന്നത് കാണുന്നത്. ഇതിൻ്റെ പേര് ജയൻറ്റ് സെൻസിറ്റീവ് ഫോൾസ് പ്ലാന്റ് എന്നാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ തൊട്ടാവാടി പോലെ അങ്ങനെ വാടിപ്പോവുകയില്ല, ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് വളരുന്നതാണ്. ഇതിൻ്റെ ഫ്ലവർ തന്നെ കണ്ടോ, നല്ല ഡാർക്ക് കളറിലെ റോസ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതാണ് ഈ പറമ്പ് മൊത്തം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതിനെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഇതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതോടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമുക്കറിയാൻ മേലാത്ത കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.